ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് കുറച്ച് DIY സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം. സംഭവം നല്ല സിമ്പിളാണ്. ഇത്രയും സിമ്പിളായിട്ട് ഇനി അടുത്തൊരു ക്രാഫ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പം തന്നെ A4 പെൻസിലും എടുത്ത് റെഡി ആയിരുന്നു. ആദ്യം തന്നെ Pinterest ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിൽ ക്യൂട്ട് സ്റ്റിക്കേഴ്സിനോ ക്യൂട്ട് ഇമേജസിനോ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് അടിപൊളിയായിട്ടുള്ള സ്റ്റിക്കേഴ്സ് കിട്ടും. അത് നിങ്ങൾക്ക് ട്രേസ് ചെയ്യുകയോ അല്ലെങ്കിൽ വരയ്ക്കുകയോ ചെയ്യാം. കഴിവില്ലാത്തവർക്കൊക്കെ കഴിവ് തെളിയിക്കാൻ പറ്റിയൊരു അവസരം കേട്ടോ ഇത്. ഇനിയിപ്പോൾ അതിനും ആവാത്തവർ എന്ത് ചെയ്യുക, ട്രേസ് ചെയ്യുക. ഇനി കുറച്ച് ക്യൂട്ടായിട്ടുള്ള സ്റ്റെപ്സിലേക്കാണ്. ഇനി ഒന്ന് ഔട്ട്ലൈൻ ചെയ്തെടുക്കുക. 3D മാർക്കറോ സ്കെച്ചോ ഏതായാലും മതി. ഇപ്പോഴാണൊന്ന് ആശ്വാസമായത്. ഇത് പിന്നെ അങ്ങനെയല്ലേ, കളർ ചെയ്താൽ ആർക്കും ആശ്വാസമല്ലോ. കളർ ചെയ്തപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഭംഗിയായിട്ട് വന്നിട്ടോ. ഇനി അതിന് ചെറിയ ഭാഗങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്യണം. ഓരോ ചിത്രങ്ങളും വേർതിരിക്കുക എന്ന് വേണമെങ്കിലും പറയാം. പിന്നെ അതിനെ ചെറുതായിട്ടൊന്ന് വൈറ്റ് പോർഷൻ കാണുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഫുള്ളും ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ കട്ടിങ്ങും വേറെ കുറച്ച് പണികളുമാണ് ഇതിൽ ഭയങ്കര ടഫായിട്ട് വരുന്നത്. പിന്നെ അതിൽ കുറച്ച് വലിയ വലിയ സ്റ്റിക്കേഴ്സ് ഉണ്ട്. അത് പിന്നെ ഞാൻ ലാസ്റ്റിലേക്ക് സ്റ്റിക്കേഴ്സ് ആക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. എൻ്റെ ഒരു മടി കാരണം ഞാനത് ആക്കിയിട്ടില്ല. വൈഡ് ആയിട്ടുള്ള ഒരു ഇൻസുലേഷൻ ടാപ്പ് എടുക്കുക. എല്ലാം ഇതുപോലെ ബാക്ക് സൈഡ് കാണുന്ന രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ അതിലൊരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു ചിത്രത്തിൻ്റെ ഒരു ഷേപ്പിൽ നിങ്ങളൊന്ന് കട്ട് ചെയ്തെടുക്കുക. എല്ലാ ചിത്രങ്ങളും അങ്ങനെ കട്ട് ചെയ്യാൻ നല്ല ടാസ്ക്കാണ്. അതുകൊണ്ട് നമുക്കിനി വേറെ പണിയിലേക്ക് എടുക്കാം. ഞാൻ അങ്ങനെ കുറച്ചൊക്കെ ചെയ്തെടുത്ത് പിന്നെ ഒരു ട്രാൻസ്ഫർ ഷീറ്റ് എടുക്കുക. ഈ ട്രാൻസ്ഫർ ഷീറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ട് രീതി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും ഞാൻ ഇത് കാണിക്കാൻ വിചാരിച്ചതല്ല, പിന്നെ ഒരു ട്രാൻസ്ഫർ ഷീറ്റിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് മാത്രം കാണിച്ചെന്നുള്ളൂ കേട്ടോ. പിന്നെന്താ ഒരു പണിയില്ല, എഗെയിൻ എല്ലാ ചിത്രങ്ങളും അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ട് ഒരു ട്രാൻസ്ഫർ ഷീറ്റിലേക്ക് അങ്ങോട്ട് ഒട്ടിക്കുന്ന പണിയുള്ളൂ കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ DIY സ്റ്റിക്കേഴ്സ് റെഡിയായി. പിന്നെ രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ബട്ടർ പേപ്പർ ഇല്ലേ, അതില്ലാന്നുണ്ടെങ്കിൽ ഈ ബുക്ക് പൊതിയുന്ന സമയത്തൊക്കെ നെയിം സ്ലിപ്പിൻ്റെ ഒരു സൈഡ് ഉണ്ടാവുമല്ലോ, അതെടുത്താൽ മതി. അങ്ങനെ എൻ്റെ ഈ ഒരു ട്രാൻസ്ഫർ ഷീറ്റിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് അതിലും കൂടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് വർക്കിംഗ് ആണോ നോക്കണ്ടേ, സൂപ്പറാണ്. ഇപ്പം തന്നെ ട്രൈ ചെയ്തു.